1924 ജൂൺ 14 ജർമ്മനിയിലെ ഓൾഡെ എന്ന ഗ്രാമത്തിൽ പിതാവ് ബെർണാഡ് മോണിങ്മാനും മാതാവ് പൗളയ്ക്കും കൂടി 6 മക്കളിൽ മൂന്നാമത്തെ മകളായി ജനിച്ച് 1924 ജൂൺ 18 ഓൾഡെ ഗ്രാമത്തിൽ സെൻറ്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് ദേവാലയത്തിൽ പൗള കാതറിൻ എന്ന് സ്നാനമേറ്റു. ചെറുപ്പത്തിൽ തന്നെ യേശുവിനോടുള്ള സ്നേഹത്തെ പ്രതി ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്കു വേണ്ടി ചെറിയ ത്യാഗങ്ങൾ അർപ്പിക്കുവാനും ജീവിതത്തിലെ അസൗകര്യങ്ങൾ സഹിക്കുവാനും അമ്മ അവരെ പഠിപ്പിച്ചു. ബാല്യത്തിൽ തന്നെ കഷ്ടപ്പെടുന്നവരിലും ദുരിതമനുഭവിക്കുന്നവരിലും പ്രത്യേക ശ്രദ്ധയും സഹതാപവും ഉണ്ടായിരുന്നു. 10ാമത്തെ വയസ്സിൽ ആദ്യ കുർബാന സ്വീകരിച്ച പൗള കാതറിൻ 11ാമത്തെ വയസ്സിൽ സ്ഥൈര്യലേപനവും സ്വീകരിച്ചു. തുടർന്ന് യുവത്വത്തിൽ തന്നെ ഉർസുലിൻ സഭയിൽ ചേർന്ന് ഒരു സന്യാസിനി ആകുവാനും യഥാർത്ഥത്തിൽ തൻ്റെ ദൈവവിളി തിരിച്ചറിഞ്ഞ് നാടും വീടും ഉപേക്ഷിച്ച് കേരള കരയിലെ കണ്ണൂർ രൂപതയിലെ തളിപ്പറമ്പ് ദേശത്ത് വന്നു. തൻ്റെ മനസ്സിൽ ഉദിച്ച പട്ടുവം പാറയും കള്ളിമുൾ ചെടികളും നിറഞ്ഞ പ്രദേശം തിരഞ്ഞെടുത്തുകൊണ്ട് ദീനസേവന സഭയ്ക്ക് രൂപം നൽകുകയും മദർ പേത്രയുടെ ജീവിതശൈലിയും പ്രാർത്ഥനാ ചൈതന്യവും രോഗികളിലും പാർശ്വവൽക്കരിക്കപ്പെട്ടവരിലും ക്ഷയരോഗികളിലും കുഷ്ഠരോഗികളിലും യേശുവിൻ്റെ തിരുമുഖം ദർശിച്ചുകൊണ്ട് തൻ്റെ ദൗത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് കഠിന പ്രയത്നത്തിലും നിരന്തരമായ പ്രാർത്ഥനയിലും യേശുവിനെ പോലെ സ്വയം ശൂന്യവൽക്കരിച്ചുകൊണ്ട് ദൈവദാസി മദർ പേത്ര ലോകമെമ്പാടും വ്യാപിച്ചു കിടക്കുന്ന ദീനസേവന സഭാ സന്യാസിനികളിലൂടെ ഇന്നും ജീവിക്കുന്നു. ജനിക്കുമ്പോൾ തന്നെ ശ്രവണശേഷിയും സംസാരശേഷിയും നഷ്ടപ്പെട്ട കുഞ്ഞുമക്കളെ വളർത്തി പരിപാലിച്ച് അവർക്ക് നല്ല വിദ്യാഭ്യാസം നൽകുന്ന, നന്നായി പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്ന കണ്ണൂരിലെ തളിപ്പറമ്പ് കാരക്കുണ്ട് ഡോൺ ബോസ്കോ ആലയത്തിലെ വിശേഷങ്ങളുമായി ദീനസേവന സഭാംഗങ്ങളായ സന്യസ്തരിലൂടെ അവരുടെ പ്രവർത്തനങ്ങളിലേക്ക് നിത്യസാന്ത്വനത്തിൻ്റെ പുതിയ ഒരു എപ്പിസോഡുമായി ഏവരെയും സ്വാഗതം ചെയ്യുന്നു. വളരെയേറെ സന്തോഷവും അതിലേറെ അഭിമാനവുമുണ്ട് ദീനസേവന സഭയുടെ ശുശ്രൂഷകളെപ്പറ്റി പങ്കുവയ്ക്കുവാൻ. മദർ പേത്ര കടൽ കടന്നെത്തിയ മാലാഖയാണ്. 1924 ജൂൺ മാസം 14-ാം തീയതിയാണ് ജർമ്മനിയിൽ ജനിച്ചത്. എനിക്കേറെ സന്തോഷം. അതേ ജന്മദിനമാണ് എൻ്റേത്. അങ്ങനെ മദർ പേത്രയെപ്പറ്റി സംസാരിക്കുമ്പോൾ കൂടുതൽ ഒരു ആത്മീയ ആനന്ദം എനിക്കുണ്ട്. പിറന്ന നാടും പരിചയ സാഹചര്യങ്ങളും എല്ലാം ഉപേക്ഷിച്ച് കടൽ കടന്നെത്തി ഈ മാലാഖ ആദ്യം കൊച്ചിയിലും അവിടുന്ന് കോട്ടയത്തും പിന്നീടാണ് കണ്ണൂർ, അന്നത്തെ കോഴിക്കോട് ബിഷപ്പായിരുന്ന ആൽദോ മരിയ പത്രോണി പിതാവിനെ പോയി കണ്ടത്. പിതാവാണ് കണ്ണൂരിലെ ഈ പട്ടുവം എന്ന ആ ഗ്രാമത്തിലേക്ക് മദർ പേത്രയെ പറഞ്ഞയച്ചതും ദൈവദാസനായ സുക്കോളച്ചനോട് എല്ലാവിധത്തിലും സഹായം ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ശുപാർശ ചെയ്തതും. അങ്ങനെയാണ് ഈ കണ്ണൂരിലെ പട്ടുവം ഗ്രാമത്തിൽ മദർ പേത്ര വന്നെത്തുന്നത്.
യഥാർത്ഥത്തിൽ ആ കാലഘട്ടത്തെപ്പറ്റി ഒന്ന് ചിന്തിക്കുമ്പോൾ 5.5 പതിറ്റാണ്ടിന് മുൻപ് പട്ടു എന്ന ഗ്രാമം പരുപരുത്ത പാറക്കെട്ടുകളും ഇങ്ങനെ മുൾച്ചെടികൾ നിറഞ്ഞ ഒരു പ്രദേശമായിരുന്നു. പക്ഷേ പേത്രയമ്മയ്ക്ക് വലിയൊരു സ്വപ്നമുണ്ടായിരുന്നു. മദർ പേത്ര കോട്ടയത്ത് കുട്ടികൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ പറയുമായിരുന്നു, ഡോണ്ട് ലുക്ക് അറൗണ്ട് വാട്ട് അതേഴ്സ് സേ, യു ഡു വാട്ട് ഈസ് റൈറ്റ് എന്ന്. അതായത് ഇങ്ങനെ ചുറ്റും നോക്കണ്ട, മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു എന്ന് അത് അനുകരിക്കണമെന്നതിനേക്കാൾ കൂടുതൽ യു ഡു വാട്ട് ഈസ് റൈറ്റ്, ഏറ്റവും ശരിയായ കരുണീയമായ കാര്യം ചെയ്യുക. അങ്ങനെയാണ് കാരുണ്യത്തിൻ്റെ കനിവിൻ്റെ ഒരു പ്രവർത്തനം തുടങ്ങിയത്. ഞാൻ മോൺസിഞ്ഞോർ ക്ലാരൻസ് പാലിയത്ത്, കണ്ണൂർ രൂപതയിലെ വിക ജനറലാണ്. കഴിഞ്ഞ 40 വർഷത്തിലേറെയായിട്ട് എനിക്ക് ദീനസേവന സഭയോട് അടുത്ത ബന്ധമുള്ള ഒരാളാണ്. ഒരു വൈദികൻ എന്ന നിലയിൽ ഈ സന്യാസിനി സഹോദരിമാരുമായിട്ട് പല കണക്കുള്ള സുവിശേഷവുമായി ബന്ധപ്പെട്ട ശുശ്രൂഷകളിൽ വ്യാപരിക്കുവാൻ ദൈവം എന്നെ അനുഗ്രഹിച്ചു. അത് എനിക്ക് കൂടുതൽ വളരുന്ന ഒരു അനുഭവമായിട്ട് തോന്നി. ഞാൻ സിസ്റ്റേഴ്സിനെ എൻ്റെ ശുശ്രൂഷകളാൽ വളർത്തിയതിനേക്കാൾ പലപ്പോഴും അവരുടെ ശുശ്രൂഷകളും അവരുടെ വ്യക്തിത്വവുമൊക്കെ എന്നെ വളർത്തിയ ഒത്തിരി അനുഭവങ്ങൾ എൻ്റെ മുന്നിലുണ്ട്. ദിനസേവന സേവയെക്കുറിച്ച് പ്രത്യേകം ഞാൻ ഓർക്കുമ്പോൾ ഈ ഒരു രൂപതയിൽ നിരവധി സന്യാസ സമൂഹങ്ങൾ പ്രവർത്തിക്കുമ്പോഴും ദിനസേവന സഭയ്ക്ക് അതിൻ്റെതായിട്ടുള്ള യുണീക്നെസ് ഉണ്ട്, അതുല്യത ഞാൻ പ്രത്യേകം കാണുകയാണ്. ദിനസേവന സഭ എന്ന ഈ സന്യാസ സമൂഹം അവർക്ക് അഗതികൾക്ക് വേണ്ടിയും വിഷമത അനുഭവിക്കുന്ന പല സമൂഹങ്ങൾക്ക് വേണ്ടിയും പല സ്ഥാപനങ്ങളുണ്ടെങ്കിലും ആ സ്ഥാപനങ്ങളിലേക്ക് പരിമിതിപ്പെട്ടു പോകാത്ത ഒരു സമൂഹമാണ് ഈ ഒരു ദിനസേവന സഭാ സമൂഹം എന്ന് പറയുന്നത്. ഈ ഒരു സഭയുടെ പ്രവർത്തനങ്ങൾ ആ രീതിയിൽ, അതിനാൽ തന്നെ അവർക്ക് സ്ഥാപനങ്ങളോടുള്ള ആ ഒരു പ്രത്യേകമായിട്ടുള്ള ബന്ധത്തിൽ അവരുടേതായിട്ടുള്ള തനത് ചൈതന്യം ഒരിക്കലും നഷ്ടപ്പെട്ടു പോകുകയോ അല്ലെങ്കിൽ കുറവ് വരികയോ ചെയ്യാതെ കണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ സഹോദരിമാർക്ക് ഇന്ന് സാധിക്കുന്നു. ഒത്തിരി സന്തോഷം തോന്നുന്ന ഒരു കാര്യമാണത്. ദൈവദാസി മദർ പേത്രയുടെ പല സ്വപ്നങ്ങളിൽ ഒന്നായിരുന്നു ഡഫ് ആൻഡ് ഡം ആയിട്ടുള്ള കുട്ടികളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. മദർ ഈ ലോകത്തിൽ നിന്നും 1976 പൊലിഞ്ഞുപോയെങ്കിലും മദറിൻ്റെ സ്വപ്നങ്ങളെല്ലാം മദർ വില്ലുകാടിലൂടെ സാക്ഷാത്കരിക്കുകയായിരുന്നു. ഡോൺ ബോസ്കോയുടെ വാക്കുകളിലൂടെ പറഞ്ഞാൽ, തന്നാൽ ആവുന്നത് താനും ബാക്കി ദൈവവും ദൈവമാതാവും കൂടി ചെയ്തുകൊള്ളും എന്ന വാക്കുകളിൽ വിശ്വസിച്ചുകൊണ്ട് സംസാരിക്കുവാനും കേൾക്കുവാനും കഴിവില്ലാത്ത അനേകം മക്കൾക്ക് വേണ്ടി 1981 കാരക്കുണ്ടിൽ സിസ്റ്റേഴ്സ് തങ്ങളുടെ കോൺവെൻറ്റിനോട് ചേർന്ന് കൊച്ചുമക്കളെ ചേർത്തിയിരുത്തി പഠിപ്പിക്കുവാൻ തുടങ്ങി. കാലക്രമേണ അനേകം കുട്ടികൾ അവിടെ വന്ന് ചേരുകയും എന്നാൽ സ്കൂളിൻ്റേതായ എല്ലാവിധ ഫെസിലിറ്റീസും ഇല്ലാതിരുന്നതിനാൽ അവരെ സ്കൂളുകളിൽ അയക്കുകയും അവർക്ക് ശ്രവിക്കുവാൻ സാധിക്കാത്ത കാര്യങ്ങൾ, മനസ്സിലാക്കാൻ സാധിക്കാത്ത കാര്യങ്ങളെല്ലാം അവർ തങ്ങളുടെ കോൺവെൻറ്റിൽ ഇരുന്ന് തന്നെ അവരെ പഠിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ 1996 ആയപ്പോഴേക്കും അനേകം മക്കൾ ഇങ്ങനെ കേരളത്തിൽ ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർ ഞങ്ങളുടെ സ്കൂളിലേക്ക് അധ്യാപനത്തിനായി വന്നു. ഒത്തിരിയേറെ പേരെ ഒന്നിച്ചിരുത്തി പഠിപ്പിക്കുവാൻ സൗകര്യമില്ലാതിരുന്നതിനാൽ ചെറിയ ഒരു കെട്ടിടത്തിലേക്ക് ഈ അധ്യാപനം മാറ്റി തുടങ്ങി. എന്നാൽ 1998 ആയപ്പോഴേക്കും ഇതിനെ ഗവൺമെൻറ് ഒരു സ്കൂളായി അംഗീകരിക്കുകയും 98 തന്നെ ഒരു വലിയ കെട്ടിടം പണിയുവാനും ജർമ്മൻ ബെനഫാക്ടേഴ്സിൻ്റെ സഹായത്തോടു കൂടി നിർമ്മിച്ച ആ വലിയ സ്കൂൾ കെട്ടിടം അന്നത്തെ കേരള ഗവർണറായിരുന്ന സുഖദേവ് സിംഗ് ഖാങ് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു.
ഫാദർ റോണി പീറ്റർ, ക്രിസ്തുരാജ ദേവാലയം കാരക്കുണ്ടിലെ വികാരിയാണ്. ഞങ്ങളുടെ ഇടവകയുടെ കീഴിലുള്ള സിസ്റ്റേഴ്സാണ് DSS സിസ്റ്റേഴ്സ്. സിസ്റ്റേഴ്സിൻ്റെ ഞങ്ങളുടെ ഇവിടുത്തെ സിസ്റ്റേഴ്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട അവരുടെ ഒരു പ്രേക്ഷിത പ്രവർത്തനമാണ് അവരുടെ സ്കൂള് നമ്മുടെ ഡെഫ് ആൻഡ് ഡംബ് ആയിട്ടുള്ള കുട്ടികൾ പഠിക്കുന്ന ഒരു വിദ്യാലയമാണ് ഡോൺ ബോസ്കോ സ്കൂൾ എന്ന് പറയുന്നത്. ഞാനിവിടെ ചാർജ് എടുത്തിട്ട് 9 മാസമാകുന്നു. ഞാൻ വികാരിയായിട്ട് 2 കൊല്ലമാകുന്നുള്ളൂ. 2 കൊല്ലം കഴിഞ്ഞു, ഇത് 3-ാമത്തെ കൊല്ലമാണ്. അപ്പോൾ പ്രത്യേകിച്ച് വികാരി എന്ന നിലയിൽ ഒത്തിരിയേറെ സന്തോഷവും ആത്മസംതൃപ്തിയും ലഭിക്കുന്ന ഒരു ഇടവകയാണ് എനിക്ക് ഈ ഒരു ഇടവക. പ്രത്യേകിച്ച് ഞങ്ങളുടെ സിസ്റ്റേഴ്സിൻ്റെ സാന്നിധ്യം. ഈ ഒരു ഇടവകയുടെ കീഴിൽ 3 കോൺവെൻറ്റുകൾ ഉണ്ട്. ഒത്തിരിയേറെ സിസ്റ്റേഴ്സുള്ളൊരു ഇടവകയാണ്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഞങ്ങളുടെ DSS സിസ്റ്റേഴ്സ്. പ്രത്യേകിച്ച് ഈ ഒരു സ്കൂള് തന്നെ എടുത്തു പറയുവാനായിട്ട് സാധിക്കും. 1996 മുതൽ നമ്മുടെ ഈ കുട്ടികളെ അവർ പരിശീലിപ്പിക്കുകയും അവരുടെ അറിവിൻ്റെ വെളിച്ചത്തിലേക്ക് ഈ മക്കളെ പിടിച്ചുയർത്തുവാനായിട്ട് സിസ്റ്റേഴ്സ് എടുക്കുന്ന അവരുടെ പ്രയത്നം, അത് വളരെ ഭംഗിയായിട്ട് വളരെ ഉത്സാഹത്തോടു കൂടി അവർ ചെയ്യുന്നത് കാണുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആദ്യമായിട്ടുള്ള അനുഭവമാണ്. ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിലും ഈ ഒരു സ്കൂള് കാണുകയും ഇവരുടെ പരിശീലനങ്ങൾ കാണുകയും ഒക്കെ ചെയ്യുന്നത്. എല്ലാ ചൊവ്വാഴ്ചയും ഈ മക്കളുടെ കൂടെ ബലിയർപ്പിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നത് വളരെ വളരെ അനുഭവമായിട്ടുള്ള കാര്യമാണ്. കാരണം വളരെ ഭക്തിയോടുകൂടി എല്ലാ കാര്യങ്ങളും വീക്ഷിച്ചുകൊണ്ട് അവരുടേതായ രീതിയിൽ ദിവ്യബലി അർപ്പിക്കുകയും അവർ കുർബാനയിൽ പങ്കുകൊള്ളുകയും ചെയ്യുന്നു. ഞങ്ങളുടെ DSS സഭാ സമൂഹത്തിൻ്റെ കീഴിലുള്ള സ്കൂളാണ് ഡോൺ ബോസ്കോ സ്പീച്ച് ആൻഡ് ഹിയറിംഗ് സ്കൂള്. ഇവിടെ നേഴ്സറി മുതൽ ഹയർ സെക്കൻഡറി വരെ കുട്ടികൾ പഠിപ്പിക്കുന്നുണ്ട്. ഇവിടുത്തെ അധ്യാപകർ 2 ട്രെയിനിങ്ങും പൂർത്തിയാക്കിയവരാണ്. സാധാരണ TTC, പിന്നെ ഇവരെ പരിശീലിപ്പിക്കുന്ന TTC, അതുപോലെ B.Ed എടുത്തവരും സ്പെഷ്യൽ B.Edഉം എടുത്തിരിക്കുന്നവരാണ്. അപ്പോൾ ഈ കുട്ടികളുടെ ചലനങ്ങളും ഇവരുടെ ഓരോ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളും ഓരോ അധ്യാപകർക്കും പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. വർഷങ്ങളായിട്ട് ഇവിടെയുള്ള അധ്യാപകരായിരുന്നതുകൊണ്ട് ഞങ്ങളുടെ ലിപ്പ് മൂവിങ്, ഞങ്ങളുടെ ശാരീരിക ചലനങ്ങൾ ഇവയെല്ലാം മനസ്സിലാക്കിയാണ് ഇവർ ഞങ്ങളുടെ സംഭാഷണ രീതി മനസ്സിലാക്കുന്നത്. ഇവിടെയുള്ള അധ്യാപകർ ഈ കുട്ടികളോട് കൂടെ ആയിരിക്കുമ്പോൾ ഇവർക്ക് വേണ്ട എല്ലാ ആവശ്യങ്ങളും തിരിച്ചറിയുന്നത് ഇവരുടെ ശാരീരികമായ ചലനങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടാണ്. അവർ ഞങ്ങളെ മനസ്സിലാക്കുന്നത് ഞങ്ങളുടെ ലിപ്പ് മൂവിങ്, ഞങ്ങളുടെ സൈന്, ഞങ്ങൾ ചെയ്യുന്ന അടയാളങ്ങൾ ഇതിലൂടെയാണ് മനസ്സിലാക്കുന്നത്. ഞങ്ങളുടെ ഇവിടെ ജോലി ചെയ്യുന്ന ഓരോ അധ്യാപകരെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർ അമ്മയായി, സഹോദരിയായി, അവരുടെ ചേച്ചിമാരായിട്ടാണ്. അധ്യാപകർ കൂടെ ആയിരിക്കുമ്പോൾ കുടുംബത്തിൽ അവർക്ക് എങ്ങനെ പരിചരണം കിട്ടുന്നുവോ അതുപോലെ തന്നെ ഈ സ്കൂളിലായിരിക്കുമ്പോഴും അവരുടെ എല്ലാ കാര്യങ്ങളിലും അധ്യാപകർ നിരീക്ഷിച്ചു കൊണ്ടാണ് ഇരിക്കുന്നത്. അവരുടെ ഓരോ വളർച്ചയുടെ ഘട്ടങ്ങളിലും അവർക്ക് എന്തെല്ലാം ആവശ്യമുണ്ടോ അതെല്ലാം ഇവർ നോക്കിക്കണ്ട് മനസ്സിലാക്കുന്നുണ്ട്. അതിനായിട്ട് നിരന്തരം വ്യാപൃതരാണ്. അതിന് സമയമോ കാലമോ ഇതൊന്നും ആരും നോക്കാറില്ല. എപ്പോഴും കുട്ടികളോട് കൂടി ആയിരിക്കുവാൻ. അത് സ്കൂൾ സമയം 9:15 മുതൽ 4 മണി വരെയാണ്. എന്നാൽ ഈ സമയത്തിൻ്റെ ക്രമത്തിനനുസരിച്ചൊന്നുമല്ല അധ്യാപകർ ഇവിടെ ആയിരിക്കുന്നത്. അവധി ദിവസങ്ങളിലും അല്ലാത്ത സമയങ്ങളിലും 4 മണിക്ക് ശേഷവും. ഇനി 9:15-നാണ് ക്ലാസ് തുടങ്ങുന്നതെങ്കിലും അതിനു മുമ്പേ വന്ന് വേണ്ട ക്രമീകരണങ്ങൾ അധ്യാപകർ നടത്താറുണ്ട്. ഈ അധ്യാപകരുടെ നിരന്തരമായ പരിശ്രമവും അധ്വാനവുമെല്ലാം ഈ സ്കൂളിനെ ഒരു പരിധിവരെ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഈശോ മിശിഹായ്ക്ക് സ്തുതി അറിയിക്കട്ടെ. ദൈവത്തിൽ അനുഗ്രഹമായ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഇന്ന് ആയിരിക്കുന്ന സ്ഥലം ഈ ദേവാലയം ഡോൺ ബോസ്കോ സ്പീച്ച് ആൻഡ് ഹിയറിംഗ് സ്കൂളിലെ കുട്ടികളും അധ്യാപകരും
സിസ്റ്റേഴ്സും സ്റ്റാഫ് അംഗങ്ങളും ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന, സ്നേഹിക്കുന്ന, ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ദേവാലയത്തിലാണ്. എന്തുകൊണ്ട് നമ്മൾ ഇന്ന് ഇവിടെ ആയിരിക്കുന്നു? നമ്മുടെ കർത്താവായ ദൈവം വ്യത്യസ്തങ്ങളായ സമയങ്ങളിൽ നമ്മൾക്ക് ഓരോരുത്തർക്കും ഏൽപ്പിച്ചു തന്നിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ അതിൻ്റെ പൂർണ്ണതയിൽ നിറവേറ്റുവാൻ ദൈവം ഇന്ന് ഈ സ്ഥലത്ത് ഗുഡ്നസ് TV ടീം അംഗങ്ങളോട് ചേർന്ന് DSSS സിസ്റ്റേഴ്സിൻ്റെ ഈ ഭവനത്തിൽ നമ്മളെ ചേർത്ത് നിർത്തുന്നു. സന്തോഷമുണ്ട് ഇന്ന് ഈ സ്കൂളിൻ്റെ വിവിധങ്ങളായ പ്രവർത്തനങ്ങളെക്കുറിച്ച്, കുഞ്ഞുങ്ങളെക്കുറിച്ച്, ശുശ്രൂഷകളെക്കുറിച്ച്, അധ്യാപകരെക്കുറിച്ച്, സിസ്റ്റേഴ്സിനെക്കുറിച്ച് നിങ്ങളോട് പങ്കുവയ്ക്കും. 2016 മുതൽ 2024 വരെയുള്ള സമയം ഈ സ്കൂളും ഇവിടുത്തെ മക്കളും എൻ്റെയും സ്വന്തമാണ്. വിവിധ സമയങ്ങളിൽ മാസത്തിൽ ഒന്ന് എങ്കിലും, ചിലപ്പോൾ 2 മാസത്തിൽ ഒന്നായി ഇവിടെ വന്ന് ഈശോയുടെ കൂടെ ഇവിടുത്തെ കുഞ്ഞുങ്ങളെ ചേർത്ത് നിർത്തി ബലി അർപ്പണം ആരംഭിച്ചു. 8 വർഷങ്ങളോളം ആയി. ഇവിടുത്തെ കുഞ്ഞുങ്ങളൊക്കെ കുഞ്ഞുനാൾ മുതൽ വലിയ ഇപ്പോൾ +2 പഠിക്കുന്ന കുട്ടികൾ വരെ എല്ലാവരും എൻ്റെ സ്വന്തമാണ്. അതിൻ്റെ കാരണം അവരുടെ മാതൃഭാഷയായ ആംഗ്യ ഭാഷയിൽ സംസാരിക്കുവാൻ ദൈവം എന്നെ ഒരുക്കി എന്നുള്ളതാണ്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ മലയാളികൾ ഇന്ത്യയുടെയോ അല്ലെങ്കിൽ ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ എത്തുമ്പോൾ ഏത് ഭാഷ നമുക്ക് അറിയാമെങ്കിലും, ജർമ്മൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ആയിക്കോട്ടെ, ഹിന്ദി ആയിക്കോട്ടെ, ഏതൊക്കെ ലാംഗ്വേജ് നമുക്ക് അറിയാമെങ്കിലും മലയാളിയായ ഒരാളെ കണ്ടെത്തുമ്പോൾ നമുക്കുള്ള സന്തോഷം അതിരട്ടിയാണ്. അതുപോലെയാണ് തങ്ങൾ കേൾവി പരിമിതരായ ആളുകൾ അവരുടെ ലാംഗ്വേജ് സംസാരിക്കുന്ന ഒരു വ്യക്തിയെ, പ്രത്യേകിച്ചൊരു പുരോഹിതനെ കണ്ടുമുട്ടിയപ്പോൾ ഈ മക്കളുടെ ജീവിതത്തിലെ സന്തോഷം. എൻ്റെ പേര് ജിൻസൺ. ഞാൻ ഈ സ്കൂളിൽ 20 വർഷമായിട്ട് അധ്യാപകനായിട്ട് ജോലി ചെയ്യുന്നു. ഈ സേവന മേഖലയിൽ 20 വർഷത്തോളം എന്നെ കൈപിടിച്ച് നടത്തുന്ന ഈശോയ്ക്ക് നന്ദി പറയാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. ആദ്യത്തെ ഒരു 10 വർഷം എന്ന് പറയുന്നത് ഈ കുട്ടികളെ നമ്മൾ സ്പീച്ച് തെറാപ്പിക്ക് പ്രാധാന്യം കൊടുത്താണ് പഠിപ്പിച്ചത്. അതായത് ഇവരിലെ റെസിജ്വൽ ഹിയറിങ്ങിന് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് സ്പീച്ച് കൊടുത്ത് ഇവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു. പക്ഷേ അടുത്തൊരു 10 വർഷം എന്ന് പറയുന്നത്, ഈ അടുത്ത കാലത്തായിട്ട് നമുക്കറിയാം, ഇവർക്ക് നമ്മൾ ടോട്ടൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഉപാധിയാണ് ടീച്ചിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നത്. അതായത് ഇവരുടെ ISL ഇന്ത്യൻ സൈൻ ലാംഗ്വേജ് നമ്മൾ പഠിച്ച് കരസ്ഥമാക്കി ഇവരോട് കൂടുതൽ മിങ്കിൾ ചെയ്യാൻ ഞങ്ങൾ ശ്രമിക്കുന്നു. ഇപ്പോൾ നമ്മുടെ ഈ സ്കൂൾ ഇതൊരു റെസിഡൻഷ്യൽ സ്കൂളാണ്. അതുകൊണ്ട് ഒരു റെസിഡൻഷ്യൽ സ്കൂളിൽ ഈ കുട്ടികളിങ്ങനെ പഠിക്കുമ്പോൾ ചെറിയ ക്ലാസ് മുതൽ തന്നെ ഇവർ ഹോസ്റ്റലുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ ഇവർ അടിസ്ഥാനപരമായ കാര്യങ്ങളിലെല്ലാം ഇവർ സ്വയം പര്യാപ്തരാകുന്നുണ്ട്. അതോടൊപ്പം ഇവരുടെ ഗ്രൂപ്പുമായിട്ടാണ് ഇവർ മിങ്കിൾ ചെയ്യുന്നത്. അതായത് ഈ സ്കൂളിൽ പഠിക്കുന്ന എല്ലാ കുട്ടികളും ഹിയറിംഗ് ഇമ്പയർഡ് കുട്ടികളാണ്. അപ്പം ഇവരുടെ ഗ്രൂപ്പുമായിട്ട് മിങ്കിൾ ചെയ്യുമ്പോൾ ഇവർക്ക് കൂടുതൽ എന്നാ പറയുക, ഒരു സംതൃപ്തി ഈ സ്കൂളിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഈ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലുള്ള പല കുട്ടികളും ഈ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, ഇവിടെ നിന്ന് പഠിച്ചു പോയിട്ടുണ്ട്. അപ്പം ഈ ഓരോ നാട്ടിലും ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, നമ്മൾ പഠിപ്പിച്ച 1-2 കുട്ടികളെ ഈ കണ്ണൂർ, കാസർഗോഡ് ജില്ലയുടെ പരിസരങ്ങളിൽ ഇങ്ങനെ കാണാൻ പറ്റുന്നത് നമുക്കൊരു സന്തോഷം നൽകുന്നു. അതോടൊപ്പം ഒത്തിരി കുട്ടികൾ ഇവിടുന്ന് പഠിച്ച് PSC ഒക്കെ കിട്ടി പോയിട്ടുണ്ട്, സ്വയം പര്യാപ്തരായിട്ടുണ്ട്. അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്. ഈ സ്കൂളിലെ നമ്മുടെ കർമ്മ മേഖലയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരു കഥയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അതായത് ഒരു വള്ളുവനാടൻ രാജാവിനൊരു പവിഴം ഉണ്ടായിരുന്നു, ഒരു മുത്ത്. അപ്പോൾ അതിലൊരു പോറൽ വീണപ്പോൾ രാജാവിന് ഭയങ്കര സങ്കടമായി. അപ്പോൾ രാജാവ് ആ നാട്ടിലുള്ള തട്ടാന്മാരെ എല്ലാം വിളിച്ച് അതിൻ്റെ ആ പോറലൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട് രാജാവ് അവരോട് ആവശ്യപ്പെട്ടു. പക്ഷെ അവർക്കൊന്നും കഴിഞ്ഞില്ല. പക്ഷെ ഒരാൾ വന്നിട്ട് ആ പോറലോട് കൂടി നല്ലൊരു പൂവിൻ്റെ ചിത്രം വരച്ചു വെച്ചു. അപ്പം ആ പവിഴത്തിന് ആദ്യത്തേതിനേക്കാളും കൂടുതൽ ഭംഗിയായി.
ആ ഒരു കഥയാണ് നമ്മുടെ സേവന മേഖലയായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്. അതായത് ഇവിടുത്തെ ഹിയറിംഗ് എംപയർഡ് പിള്ളേരാണ്, അവർക്കൊരു അവരുടെ ആ ഭിന്നശേഷി അതിനെ നമ്മൾ പല പല സാഹചര്യങ്ങളും അതുപോലെ അവരുടെ അവസരങ്ങളും നമ്മളെ അറിവും എല്ലാം കൊടുത്ത് അതിനെ കൂടുതൽ ഒരു അവരുടെ വ്യക്തി ജീവിതത്തെ കൂടുതൽ മനോഹരമാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അധ്യാപകരെല്ലാവരും ശ്രമിക്കുന്നുണ്ട്. എൻ്റെ പേര് സിസ്റ്റർ ഹെലേന. ഞാൻ ഈ ഡോൺ ബോസ്കോ വിദ്യാലയവും ഈ കമ്മ്യൂണിറ്റിയുമായിട്ട് ബന്ധപ്പെടാൻ തുടങ്ങിയിട്ട് ജീവിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 24 വർഷങ്ങളായി. എൻ്റെ ജീവിതത്തിൻ്റെ ഇത്രയും വർഷങ്ങൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു കുടുംബം കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ ജീവിച്ചത് ഈ കേൾക്കാനും സംസാരിക്കാനും വയ്യാത്ത ഈ മക്കളുടെ കൂടെ തന്നെയായിരുന്നു പൂർണ്ണമായിട്ടും എൻ്റെ ജീവിതം എന്ന് പറയാം. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിൻ്റെ ഒരു വലിയ ആഗ്രഹം പൂർത്തിയായ ഒരു അനുഭവമാണ് എനിക്ക് പലപ്പോഴും ഇവിടുന്ന് കിട്ടാറുള്ളത്. ഒത്തിരി സന്തോഷമാണ്. കാരണം വെച്ചാൽ എനിക്ക് ഇന്ന് വരെ ഒരു മടുപ്പ് തോന്നിയിട്ടില്ല. ഇങ്ങനെ ഈ കുഞ്ഞുങ്ങളോട് കൂടെ ആയിരുന്നതിൽ ഇത്ര 24 വർഷം ജീവിച്ചെങ്കിലും ഇന്ന് വരെ ഒരു മടുപ്പ് തോന്നുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അത് കൂടാതെ തന്നെ എനിക്ക് പറയാൻ പറ്റുന്നത് ഇവരുടെ ശബ്ദമാകാനും ഇവരുടെ കേൾവിയാകാനും ഒക്കെ ദൈവം വിളിച്ചൊരു വലിയ വിളിയാണ് എൻ്റെ വിളിയെന്ന് ഞാൻ എപ്പോഴും ദൈവത്തോട് നന്ദിയോടെ ഓർക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം കാരണം പലതരത്തിലുള്ള കേസുകൾ ഇവരുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി കേസുകൾ വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 45-50ഓളം കേസുകൾ കോർട്ടിൽ ഞാൻ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് ഇൻ്റർപ്രറ്ററായിട്ട് നമ്മളെയാണ് വിളിക്കുക. കാരണം ഇവരുമായിട്ട് നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇവരുടെ ഭാഷ കോർട്ടിൽ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെയാണ് വിളിക്കുന്നത്. അപ്പം അങ്ങനെ ഒരുപാട് കേസുകൾ ഞാൻ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അപ്പോഴൊക്കെ പോകുമ്പോൾ എൻ്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ നീതി നിഷേധിക്കപ്പെടുന്ന ഒത്തിരി കാര്യങ്ങൾ ഇവരുടെ ഇടയിലുണ്ട് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട്. കാരണം ഒരുപക്ഷെ മറ്റാരെങ്കിലും പീഡിപ്പിച്ചതൊക്കെ ആയിരിക്കും, പക്ഷെ ഇവർക്ക് ഇതൊന്ന് പറയാനുള്ളൊരു സാഹചര്യമില്ലാത്ത സന്ദർഭത്തിൽ അവരുടെ ശബ്ദമായിട്ട് മാറുന്നത് നമ്മളാണ്. അപ്പോൾ അവിടെ കുഞ്ഞുങ്ങൾക്ക് നീതി കിട്ടണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഇവർ പറയുന്ന അത്രയും നമ്മൾ ക്യാച്ച് ചെയ്തെടുത്തിട്ട് ഇവർക്ക് വേണ്ടിയിട്ട് നമ്മൾ കോർട്ടിൽ സംസാരിക്കുന്നത്. അപ്പോൾ അതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ അനുഭവമാണ്. കാരണം എൻ്റെ ജീവിതത്തിൽ ഞാനൊന്നും ഒരാളുടെ മുഖത്ത് നോക്കി ഒരു കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരു വ്യക്തി ആയിരുന്നില്ല. പക്ഷേ ഈ ഒരു അനുഭവത്തിലേക്ക് വന്നതോടുകൂടി ഞാൻ ആളുകളുടെ മുമ്പിൽ നിന്ന് സംസാരിക്കാനും അതുപോലെ ഇവർക്ക് വേണ്ടി ശബ്ദമുയർത്തി സംസാരിക്കാനും ഒക്കെയുള്ള ഒരു പരിശീലനം ദൈവം തന്നെ എനിക്ക് തന്നതായിട്ട് എനിക്ക് തോന്നുന്നത്. എൻ്റെ ജീവിതം അതുകൊണ്ട് ഞാൻ പറയും, എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവില്ല. കാരണം ഈ കുഞ്ഞുങ്ങളോടുള്ള ജീവിതത്തിൽ ഞാൻ ഇന്നും സംതൃപ്തിയുള്ള ജീവിതമാണ് എൻ്റേത്. എന്നും ഞാൻ സന്തോഷവതിയാണ്. എൻ്റെ പേര് രാകേഷ്. ഞാൻ ബധിരനാണ്. ഞാൻ വിവാഹിതനാണ്. എൻ്റെ ഭാര്യയും ഡഫാണ്. എനിക്ക് ഒരു പെൺകുട്ടിയുണ്ട്. ഇപ്പോൾ 2ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാനിവിടെ ഡോൺ ബോസ്കോ സ്കൂളിൽ 1998 വന്ന് ചേരുന്നത്. ഞാനിവിടെ 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും പഠിച്ചിട്ടുണ്ട്. ടീച്ചേഴ്സ് ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ ശരിക്കും പഠിക്കാനായിട്ട് തുടങ്ങിയത്. ടീച്ചേഴ്സും സിസ്റ്റേഴ്സും എല്ലാവരും എനിക്ക് വേണ്ടി നന്നായിട്ട് എന്നെ കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ചത് ആ ഒരു കാലഘട്ടത്തിലാണ്. 2001 മാർച്ച് മാസത്തിലാണ് ഞാൻ SSLC പരീക്ഷ ഇവിടെ നിന്നും പാസ്സായി പുറത്തു പോകുന്നത്. +1 +2 കോഴിക്കോടാണ് ഞാൻ പഠിച്ചത്. 2003 +1 +2 കഴിഞ്ഞു. അതിനുശേഷം ഞാൻ വീട്ടിലിരുന്ന് PSCയുടെ കോച്ചിങ് ആരംഭിച്ചു. സ്വന്തമായിട്ട് കുറേ കാര്യങ്ങൾ ഞാൻ പഠിച്ചെടുത്തു.
ആ ഒരു കാലഘട്ടത്തിലാണ് ഞാൻ ടൈപ്പ് റൈറ്റിങ്ങും അതുപോലെ തന്നെ PSC കോച്ചിങ്ങും ചെയ്ത്, അപ്പോൾ ഡോൺ ബോസ്കോയിൽ നിന്ന് എനിക്ക് കിട്ടിയ കാര്യങ്ങളാണ് എനിക്ക് കൂടുതലായിട്ട് ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് എന്നെ സഹായിച്ചത്. 2006 എനിക്ക് ജോലി കിട്ടുന്നത്. ആദ്യമായിട്ട് പയ്യാവൂരാണ് എനിക്ക് ജോലി കിട്ടിയത്. ടൈപ്പിസ്റ്റ് ആയിട്ടാണ് ജോലിയിൽ ഞാൻ പ്രവേശിച്ചത്. 1 വർഷത്തിന് ശേഷം ഞാൻ തളിപ്പറമ്പിലേക്ക് ട്രാൻസ്ഫറായി ഇപ്പോൾ തളിപ്പറമ്പിൽ ടൈപ്പിസ്റ്റായിട്ട് ജോലി ചെയ്യുന്നു. ഇത്രയും വർഷങ്ങൾ ഞാൻ റൂറൽ ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് ടൈപ്പിസ്റ്റായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഒത്തിരിയേറെ സന്തോഷമുണ്ട്. പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു.